ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എവർഗ്രീൻ സ്വാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അപർണ വിവേക് കുമാർ. അപ്പൊ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു കേക്ക് റെസിപ്പിയാണ് കാണാൻ പോണത്. ഒരുപാട് കേക്കുകൾ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്മസിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കഴിക്കുന്നത് ക്രിസ്മസ് കേക്ക്, അതായത് പ്ലം കേക്ക്, ഫ്രൂട്ട് കേക്ക് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഫ്രൂട്ട് കേക്ക് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓവൻ വേണ്ട, അതുപോലെ എഗ്ഗ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ വെജിറ്റേറിയൻസിനായാലും ഇത് വീട്ടിലുണ്ടാക്കാം. അതുപോലെ ആൽക്കഹോൾ ഫ്രീയുമാണ്. അപ്പൊ ശരിക്കും നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ഈ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മാസം മുന്നേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പൊ ഈ കേക്ക് നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്ലം കേക്ക് ആണ്. അപ്പൊ എല്ലാവരും റെസിപ്പി കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ ഇവിടെ റെഡിയാക്കാൻ പോണ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഒന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഫ്രൂട്ട്സ് ഒക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെയാണ് ഫ്രൂട്ട്സ് ഒക്കെ വേവിച്ചെടുക്കാൻ പോണത്. അപ്പൊ അതിനായിട്ട് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മേടിക്കുന്ന ഓറഞ്ച് ജ്യൂസാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങ നീരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണേ. അപ്പൊ ഒരു 1/4 കപ്പ് യെല്ലോ കളർ മുന്തിരി, 1 ടേബിൾ സ്പൂൺ പ്ലം, ഒരു 1/4 കപ്പ് കറുത്ത മുന്തിരി, അതുപോലെ ടൂട്ടി ഫ്രൂട്ടിയും ഇതുപോലെ ഒരു 1/4 കപ്പ്, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം എല്ലാ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഒക്കെ വറ്റി നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടതൊക്കെ നല്ലോണം വെന്ത് സ്വെല്ലായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കേക്കിന് ആവശ്യമുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ്. ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഈ ബ്രൗൺ ഷുഗർ എനിക്കിവിടെ കിട്ടിയത് നല്ല ലൈറ്റ് കളർ ബ്രൗൺ ഷുഗർ ആണ്. ഇതിന്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന പ്ലം കേക്കിന്റെ കളർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നല്ല ഡാർക്ക് ഷെയ്ഡുള്ള ബ്രൗൺ ഷുഗർ ആണ് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളർ പ്ലം കേക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. എനിക്ക് ലൈറ്റ് കളറേ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ കേക്കിന്റെ കളറും കുറച്ച് കുറവാണ്. നിങ്ങൾ കുറച്ച് ഡാർക്ക് കളർ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ഓറഞ്ചിന്റെ തൊലി ചുരണ്ടി എടുത്തതാണിത്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ചേർത്ത് കൊടുക്കുമ്പോൾ. അതുപോലെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പോണത്. അതിന് മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പൊ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കറുവാപ്പട്ടയുടെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അരിച്ച് നമ്മുടെ ആ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചേക്കണം അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി യോജിപ്പിച്ചു കൊടുക്കാം. അതൊരുവിധം മിക്സ് ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കണേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചവിടെ വെച്ചേക്കാം, നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് അത് ആവശ്യം ഉണ്ടാവും. അപ്പൊ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിന്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വീതം രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഒരു 10 മിനിറ്റ് എങ്കിലും പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ കേക്ക് ടിൻ അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ ഒരു കടായി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് ബട്ടർ പേപ്പർ ഇതുപോലെ നമ്മുടെ കേക്ക് ടിന്നിന്റെ ഉള്ളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അതിന്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി. അതുപോലെ സൈഡിലേക്കും കുറച്ച് പൊക്കത്തിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കണം. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് അതിന്റെ മുകളിലൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിന്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, കറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും അതിന്റെ മുകളിലേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബേക്കായി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേക്ക് കാണാനായിട്ട്. പയ്യെ ഒന്ന് താഴേക്ക് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടായിയുടെ ഉള്ളിലേക്ക് നമ്മുടെ കേക്ക് ടിന് ഇറക്കി വെക്കാം. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കാണ് നമ്മൾ കേക്ക് ടിന് ഇറക്കി വെച്ച് കൊടുക്കാൻ പോണത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഈ കേക്ക് കുക്ക് ആവാനായിട്ട് എനിക്ക് 1 മണിക്കൂറാണ് എടുത്തത്. അപ്പൊ ഇത് കുക്കായിട്ടോ എന്ന് അറിയാനായിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ നടുക്കൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പൊ മാവ് പെരണ്ടിട്ടാണ് ടൂത്ത് പിക്ക് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ കുക്കായിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പൊ ക്ലിയർ ആയിട്ട് ടൂത്ത് പിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഓഫ് ചെയ്ത് ആറാനായിട്ട് വെച്ചേക്കാണ്. പുറത്തെടുത്ത് വെച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടും. എന്നിട്ട് നമ്മൾ അതിന്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി മുറിച്ചെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാതെ തന്നെ നമ്മൾ നല്ലൊരു അടിപൊളി ഫ്രൂട്ട് കേക്ക്, അതായത് ക്രിസ്മസ് കേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ മുട്ട ചേർത്തിട്ടില്ല, തൈരാണ് നമ്മൾ ചേർത്തേക്കണം. എന്നിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കളറ് നമ്മൾ ഡാർക്ക് ബ്രൗൺ കളർ ഷുഗർ ആണ് ഇതിൽ ഉപയോഗിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടിയേനെ. അപ്പൊ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഓരോ പീസിലും നമുക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ പ്രത്യേകമായിട്ട് കടിക്കാൻ കിട്ടും. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആൽക്കഹോൾ ഫ്രീ ആണ്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സ്വാദിലൂടെ വീണ്ടും കാണാം.